പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 19 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥതയെ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ കർത്താവിന് തിരുസന്നിധി സമർപ്പിക്കുന്നു. ഇന്ന് നീ അനുഗ്രഹിക്കേണ്ട മക്കളെ എവിടെയെല്ലാം താങ്കൾക്കൊരു സഹായം കിട്ടിയിരുന്നെങ്കിൽ അത് ആരോഗ്യപരമായ, സാമ്പത്തികമായ, സാമൂഹികമായ കൂട്ടായ്മയാകാം, ഒരു സഹായം കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവിടെ യാതൊരു യോഗ്യതയും നോക്കാതെ ദൈവത്തിൻ്റെ അനർഗളമായി നിർഗളിക്കുന്ന കാരുണ്യം കൊണ്ട് അവരുടെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ വർക്ക് ചെയ്യാൻ, അവിടെ കഴിവ് കൊണ്ടല്ല അങ്ങയുടെ കൃപ കൊണ്ടെന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അനുഭവം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു.
പരീക്ഷ എഴുതുന്നവരെ, റിസൾട്ട് നോക്കാൻ പോകുന്നവരെ, നോക്കുന്നവരെ കർത്താവരുടെ മനസ്സിന് ഭാരമില്ലാതെ ലളിതമായ ഒരു സന്തോഷത്തോടെ ഇരിക്കാനും ഉന്നതമായ വിജയം കൈവരിക്കാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂടുന്നവർക്കെല്ലാം കർത്താവിൻ്റെ സമാധാനം അവകാശമാകുകയും ഓഹരിയാകുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരൻ എന്നേക്കും ആമേൻ. നമുക്ക് ഒരു കുറേ കാലങ്ങൾ ദൈവത്തോട് ജീവിച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നണം ഇതാണ് കേട്ടോ, എനിക്കെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണത്, നമുക്ക് ദൈവമായിട്ട് അധിക കാലമൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒരു ടൈം കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ഇങ്ങനെ ഈ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, വിനയം വാരിക്കോരി മുഖത്ത് തേച്ചാലും ഉള്ളിലുള്ള ഫ്രോഡ് പുറത്തു വരുമെന്ന് പറഞ്ഞു വരാൻ, നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ എന്ത് അഭ്യാസം കാണിച്ചാലും ദൈവത്തിന് അസസ്മെൻ്റ് ഉണ്ട്. 2 Corinthians 13:7 വായിച്ചേ. എന്നാൽ നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതേ എന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾ പരീക്ഷയിൽ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല. ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. കാര്യം ഞങ്ങളുടെ പരാജയം എന്ന് പറയുന്നത്, ചിലപ്പോൾ ഈ ലോകത്ത് ഈശോയുടെ ജീവിതം അവസാനം നമ്മൾ നോക്കുമ്പോൾ ഒരു 33 വയസ്സിൽ ഈശോയ്ക്ക് മരിക്കേണ്ടി വന്നില്ലേ. അപ്പോഴേ പുറമെ ലോകം നോക്കുമ്പോൾ അതൊരു പരാജയമായി തോന്നും. പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങൾ പരാജിതരായി കഴിഞ്ഞാലും നിങ്ങൾ വിജയിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരാജയം എല്ലാം കാണുന്ന ഒരാളിന് വേണ്ടിയാണ് നമ്മൾ പരാജയപ്പെട്ട് കൊടുക്കണത്. ചിലയിടത്തൊക്കെ നമ്മൾ ക്ഷമിക്കുമ്പോൾ നമുക്ക് ലക്ഷങ്ങളാണ് നഷ്ടപ്പെടുന്നത്, അറിയാമല്ല. ചിലയിടത്തൊക്കെ നമ്മൾ കള പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിൽ നമ്മുടെ വില പോകും. അതുകൊണ്ടാണ് ആൾക്കാർ ഗുണ്ടകളെ വെച്ച് തിരിച്ചു തരണത്. പക്ഷെ നമുക്കത് പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അടികൊള്ള പോലെ പരാജിതരാകും. ഞങ്ങൾ പരാജിതരായാലും എന്താ കാര്യം, അതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങളെ വിജയിപ്പിക്കാൻ ഒരാളുണ്ട്. അതാരാണ്? യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ. അവനോടുകൂടി ഞങ്ങളെയും ഉയർപ്പിക്കും. അതായത് അവൻ്റെ നിത്യരക്ഷ ഉയർപ്പ് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പരാജയപ്പെട്ട് കൊടുക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ പരാജയം കണ്ടുകൊണ്ട് നിങ്ങൾ ആ രീതി കണക്കാക്കരുത്. എന്ത് രസമാണെന്നറിയാം ഈ പൗലോസിൻ്റെ വ്യാഖ്യാനങ്ങൾ. അത് ജീവിതാനുഭവങ്ങളാണല്ലോ അത്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ക്രിസ്തു നമ്മളിൽ രൂപപ്പെട്ടു വരാൻ വേണ്ടിയുള്ള ഈറ്റുനോവായിട്ടാണ് ഈ പൗലോസ് ഇതൊക്കെ തേങ്ങലുണ്ടാകുന്നത്. ഗലാത്യർ 4:19. എന്റെ കുഞ്ഞുമക്കളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ, ഇടിവെട്ട്, ക്രിസ്തു നിങ്ങൾ രൂപപ്പെടുന്ന വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. നമുക്കുണ്ടാകുന്ന പരാജയങ്ങളെല്ലാം ക്രിസ്തു നമ്മൾ രൂപപ്പെട്ട് വരാനുള്ള ഈറ്റുനോവായിട്ട് മാറണമെന്നുള്ളതാണ് പൗലോസിൻ്റെ ഒരു. ഇത് നിങ്ങൾ ജീവിതത്തിലേക്ക് ഒരു പ്രാവർത്തികമായി കഴിഞ്ഞാൽ ദൈവത്തിന് തോന്നും നമ്മൾ ദൈവത്തിൻ്റെ ആളാണെന്ന് തോന്നണമല്ല, സത്യമാണല്ലോ അത്. അങ്ങനെ വരുമ്പോൾ ദൈവത്തെ കൊണ്ട് എന്ത് പ്രയോജനം നമുക്കെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ചായിരുന്നു. അങ്ങനെ ആൾക്കാർ ചിന്തിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നേരെ തിരിച്ചുള്ള എന്താണ്, നമ്മളെ കൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം? അങ്ങനെ ചിന്തിച്ചാൽ ഉടമ്പടി പെട്ടെന്ന് ഫയറാകും. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, സദ്ദനാഭിഷേകത്തിൻ്റെ ദൈവ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങിയിരിക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ ഹൃദയത്തെ അധരങ്ങളെയും കർത്താവായ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതിനാൽ ഞാൻ സംസാരിച്ചു. ഈ സുവിശേഷം നൽകുന്ന ഒരു അഭിഷേക വിശ്വാസമുണ്ട്. നമ്മളിന്ന് ധ്യാനിക്കുന്നത് അഭിഷേക വിശ്വാസത്തെക്കുറിച്ചാണ്. അഭിഷേകം ഇൻസ്റ്റോളായിട്ട് നമുക്ക് ലഭിക്കും. അത് കർത്താവിൻ്റെ ഒരു അധികാരം പോലെയാണ്. 2 Corinthians 4:13 തിരുവചനങ്ങളിലാണ് ഞാൻ വിശ്വസിച്ചു, അതിനെ ഞാൻ സംസാരിച്ചു. അർത്ഥം എന്താ? ഞാൻ വിശ്വസിച്ചു, അതിനെ ഞാൻ പ്രാർത്ഥിച്ചു. സംസാരിക്കാൻ ദൈവത്തോടാകാം. ഞാൻ വിശ്വസിച്ചു, അതിനാൽ ഞാൻ പ്രാർത്ഥിച്ചു.
2 കൊരിന്ത്യർ 13:12 സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോൾ എന്നേക്കും നിലനിൽക്കുന്നു, ഇതിൽ സർവോത്കൃഷ്ട സ്നേഹമാണെന്ന് പറയുമ്പോൾ സർവോത്കൃഷ്ട സ്നേഹമാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസത്തേക്കാൾ വലുതാണ് സ്നേഹമെന്ന്. എൻ്റെ ദൈവത്തിലെ ഞാനും നീയും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടത് ദൈവസ്നേഹത്തിലാണ്. ദൈവസ്നേഹം വർദ്ധിപ്പിക്കണം സഹോദരങ്ങളെ. അതിന് നിരന്തരമായ ഒരു പരിശ്രമം നമുക്ക് ദൈവസ്നേഹം വർദ്ധിപ്പിക്കാൻ വേണ്ടി. ഒരിക്കലും ഞാനൊരു അമ്മച്ചിയെ കണ്ടുമുട്ടേ. ഞാനൊരിക്കൽ വാടക്കൽ എന്ന് പറയുന്ന ഒരു ദേവാലയത്തിൽ ഇടവകയിലിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഗ്രേസി ദേവസി, അതാ അമ്മച്ചിയുടെ പേരതാ. ഞാൻ പറയാൻ കാരണം, അവിടെ ഒരു കുരിശടി ഉണ്ടായിരുന്നു കടപ്പുറത്ത്, കടലൂരത്ത്. ആ കുരിശടി ലതീഞ്ഞ നടത്താൻ വേണ്ടി പോയതാണ്. അപ്പോൾ ലതീഞ്ഞ നടത്തി കഴിഞ്ഞ് ഞാൻ ദേവാലയത്തിന് പുറത്തു വന്നപ്പോൾ 2 ചേച്ചിമാർ വന്ന് പറഞ്ഞ്, അച്ഛൻ്റെ അമ്മ കിടപ്പിലായ വിവരം അച്ഛൻ അറിഞ്ഞ എന്ന് ചോദിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അമ്മച്ചി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷേ അവർ വളരെ വാത്സല്യത്തോടെ പറഞ്ഞതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ലെങ്കിലും അവർക്കൊരു വിഷമം ഉണ്ടായിരിക്കാൻ വേണ്ടി ഞാൻ വളരെ പാകതയോടെ ആരാണ്, അമ്മച്ചിക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അമ്മച്ചി തളർന്നു പോയച്ചാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ വരണില്ലേ എന്ന് ചോദിച്ചു. ഞാൻ അപ്പം തന്നെ അവരുടെ കൂടെ പോയി. അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ആളെ മനസ്സിലായത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി. വിഷമം തോന്നി വെച്ച് കഴിഞ്ഞാൽ അമ്മയെ പ്രഷറടിച്ച് വീണിട്ട് 13 ദിവസമായി. ആ 13 ദിവസത്തെ മൂത്രത്തിനൊരു നാളി, ശ്വസിക്കാൻ വേറെ നാളി, മുഴുവനും കട്ടിലെ വയറാ. ഇവർക്കാണെങ്കിൽ മരവിച്ച് ബോധമില്ല, പല്ല് കിടിമ്പിട്ട് കിടക്കുക. അങ്ങനെ കുറേ ദിവസം. അപ്പോൾ ഡോക്ടർ കൈ ഒഴിഞ്ഞ് വിട്ടിരിക്കുക. ഡോക്ടർ അപ്പോൾ അവിടെ ഇനി ഒന്നും ചെയ്യാനില്ല. വയസ്സ് 72 മറ്റേ ഉണ്ട്. തന്നെയല്ല ഇനി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകാൻ അതിനുള്ള കഴിവും അവർക്കില്ല. എല്ലാം കൊണ്ടും ഒരു വേദനപ്പെട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എന്താണെന്നറിയാമോ, അവർ 2 മരുമക്കളായിരുന്നു. അമ്മച്ചിയെ മരുമക്കളായിരുന്നു കാണാൻ വന്നത്. പക്ഷേ ഞാൻ ചെല്ലുമ്പോൾ അമ്മച്ചിയെ വളരെ ഭംഗിയായി വൃത്തിയായി ഉള്ള കഴിവ് വെച്ച് വെള്ളത്തുണി കൊണ്ട് പൊതിഞ്ഞ് കഴുകി ചൂടുവെള്ളത്തിൽ ഒപ്പി, അങ്ങനെയൊക്കെ ഇക്കാലങ്ങളിലൊക്കെ വലിയ വലിയ ആൾക്കാരുടെ കുടുംബങ്ങളിൽ പോലും അമ്മമാർക്ക് അത്രയും ഒരു പരിഗണന കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കിട്ടുന്ന വീടുകളുണ്ടാകാം. ഞാൻ പലപ്പോഴും വെഞ്ചരിക്കാൻ ചെല്ലുമ്പോൾ പ്രായമായുള്ള അവസ്ഥ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. കാര്യം വലിയ ഉദ്യോഗസ്ഥന്മാരും മക്കളൊക്കെയാണ് കൂടെ ഉള്ളതെങ്കിലും പക്ഷേ അമ്മമാരുടെ അവസാന കാലങ്ങളൊക്കെ ചില വീടുകളിലൊക്കെ ഭയങ്കര ദുരന്തമാണ്. എന്തു ചെയ്യും? അമ്മയാണെങ്കിൽ ബോധമില്ല, ഓർമ്മയില്ല, പല്ല് കിട്ടുമ്പോൾ കിടക്കുകയാണ്. അപ്പോഴെനിക്ക് ഒരു സങ്കടം വന്നതെന്ന് വെച്ചാലേ, എൻ്റെ കുർബാനയ്ക്ക് വരണ മുമ്പിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ കുർബാന ചൊല്ലി കഴിഞ്ഞിട്ട് നന്ദി പ്രാർത്ഥന എല്ലാം വേണ്ടി അൾത്താരയുടെ വാതിക്കൽ മുമ്പിൽ ഒരു കസേരയിട്ടുണ്ട്. അവിടെ ഒരു തൂണും നിപ്പുണ്ട്. അതിൻ്റെ അരികിൽ കസേരയിട്ട് ഞാൻ അവിടെ ഇരുന്നാണ് നന്ദി പ്രാർത്ഥന ചെയ്യണത്. അപ്പോൾ അമ്മച്ചി ആ തൂണെ പിടിച്ചാണ് എപ്പോഴും നിൽക്കണത്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ എന്നോട് പള്ളിയാണെങ്കിൽ പ്രായമായ മനുഷ്യരല്ലേ, എന്നോട് കുശലമൊക്കെ ചോദിക്കും. ഞാൻ അങ്ങോട്ട് പറയും. ഇപ്പം ഞങ്ങൾ തമ്മിലൊരു ആത്മബന്ധമുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടൊരു ആത്മബന്ധത്തിന് പേരിൽ ഞാൻ മകനാണെന്നാണ് അമ്മച്ചി വീട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനുണ്ട്, അതിൽ നിന്ന് മാറാൻ ഉദ്ദേശിക്കണമില്ല. ഞാൻ അങ്ങനെ തന്നെ രീതിയിലാണ് അവിടെ നിന്ന് അമ്മച്ചിയുടെ കൂടെ ആ മക്കളോട് പെരുമാറുകയും ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ് അമ്മച്ചി എപ്പോഴും കുർബാന ഈശോനെ സ്വീകരിക്കുന്ന ആളല്ലേ, നമുക്ക് ഈശോനെ കൊടുത്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചെറിയ സങ്കോചമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചിക്ക് ബോധമില്ലല്ലോ, ഓർമ്മയില്ലല്ലോ, അപ്പോൾ കുർബാന കൊടുക്കാൻ പാടില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ചിന്ത,
അത് ഞാൻ പറഞ്ഞത് വിശ്വാസം യുക്തിയേക്കാൾ വലുതാ. വിശ്വാസത്തിൻ്റെ പവറെന്ന് പറയണത് ദൈവസ്നേഹമാണ്. അപ്പോഴേ ഞാൻ പെട്ടെന്ന് ഓർത്ത് ഈശോനെ ഈ അവസാനം ഈ വീഴണ വരെയുള്ള കാലങ്ങളിൽ ഈശോൻ്റെ കൂടെ നിന്ന ആളല്ലേ. അവിടെ വീട്ടിൽ നിന്ന് പള്ളി വരണമെന്നുണ്ടെങ്കിൽ 2.5 കിലോമീറ്റർ ഉണ്ട്. ഈ 72 വയസ്സുള്ള ആൾ നിരങ്ങി പിടിച്ചാലും ശരി, ഓരോരോ തെങ്ങിന് പിടിച്ചു നിന്നാലും ശരി പള്ളിയിലെത്തും. അപ്പം അത് തടിയ ജീവനുണ്ടെങ്കിൽ കർത്താവിൻ്റെ ആൾക്കാരെ വരുന്ന ആളാണ്. അപ്പോൾ ഈ ആൾ കർത്താവിനെ സ്വീകരിക്കാൻ പോകുന്നത് എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാൻ പറഞ്ഞൊരു പണി ചെയ്യും. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഞാൻ ഇപ്പോൾ ഈശോനെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോനെ എടുത്താൽ നമുക്കറിയാം കൊടുക്കാൻ അങ്ങനെ പാടില്ലാത്തതാണ്. ഓർമ്മയില്ല ആളിന് അവനെ പല്ലും കിടിപ്പിൽ കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞ ഈശോയോട് ഇത്രയും ബന്ധമുള്ള ആളല്ലേ. അപ്പോൾ ഇയാളിന് ഓർമ്മയില്ലെങ്കിൽ ഈശോയ്ക്ക് ഓർമ്മ ഉണ്ടാകുമല്ല. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കണേ. എന്താ കാര്യം വെച്ചാൽ പുതുതായിട്ട് ചിന്തിച്ചതല്ല, കുഞ്ഞുനാൾ മുതൽ ദൈവമായിട്ട് ജീവിച്ച് വരുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ച് പോകും. കാര്യം ഈശോയ്ക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ നിൻ്റെ ആളാണ്, നിന്നെ തിരക്കി വന്നുകൊണ്ടിരുന്ന ആളാണ്. അയാൾ യാത്രാപ്രശ്നം ഇല്ലാതെ പോണത് ശരിയല്ല. ഞാൻ അവർക്ക് നിന്നെ കൊടുക്കാൻ പോകുകയാണ്. ഞാൻ പോയി മഠത്തിൽ നിന്ന് ഈശോനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പം എനിക്കറിയാൻ സീരിയസ്നെസ്. കാര്യം കർത്താവിനെ സ്വീകരിക്കാൻ, ഓർമ്മയോടെ സ്വീകരിക്കാൻ പറ്റണില്ല ആളിനെ. പിന്നെ എന്ത് ചെയ്ത് ഞാൻ നഖത്തോളം ഒരു ഈശോനെ എടുത്തിട്ട് അവിടെ ഇരുന്ന് ചൂടുവെള്ളം എടുത്ത് അതിനെ തണുപ്പിച്ച് ഞാൻ ഈശോനെ അതിൽ അലിയിപ്പിച്ച്, എന്നിട്ട് കയ്യിൽ കൊണ്ട് പ്രാർത്ഥന, സഭയുടെ എല്ലാ പ്രാർത്ഥനകളും ചൊല്ലിയതിന് ശേഷം കയ്യിൽ കൊണ്ട് അവരുടെ വായ തിക്കിപ്പിടിച്ച് ഞാൻ തന്നെ ഈശോ വെള്ളം അലിയിപ്പിച്ച ഈശോ വെള്ളം ഒഴിച്ച്, ഈശോ നീ സൗഖ്യവാ, നീ ശക്തിയാ, നീ സ്നേഹവാ. ഈ മകളുടെ അന്ത്യയാത്രയിൽ നിൻ്റെ സാന്നിധ്യം ഞാനിവൾക്ക് നൽകിയിട്ട് നിൻ്റെ നാമത്തിൽ. എൻ്റെ മക്കളെ, നമ്മൾ വിശ്വസിക്കുന്ന എല്ലാം സത്യത്തെക്കാൾ വലിയ സത്യമാണ്. കാര്യം ഞാൻ വിചാരിച്ചത് അവർക്ക് അവരുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിച്ചത്. അവർ ഈശോനെ കിട്ടി അവസാനം പോകണമെന്നൊരാഗ്രഹമാണ്. പിന്നെ സൗഖ്യപ്പെടുത്തുകയാണെങ്കിൽ അത് കർത്താവിൻ്റെ കാരുണ്യമാണ്. എൻ്റെ ദൈവമേ, എല്ലാ സ്ഥലത്തും വയറ്റിൽ മൂത്രമൊഴിക്കാൻ നാളി പല്ല് കിടിപ്പിടി കിടക്കണം, ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നത് ആ കിടപ്പ് കിടന്നിങ്ങനെ നമുക്കറിയാമല്ലേ, വിറക് ഉള്ളി കിടക്കണ പോലെ കിടക്കുന്ന ആളാണ്. ഒരാഴ്ച കഴിഞ്ഞ് കാണുമായിരിക്കും. ഞാൻ പള്ളിയിൽ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അമ്മച്ചി വന്ന് പഴയതുപോലെ തൂണെ പിടിച്ചിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാത്തൊരു സംഭവമാണത്. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈശോ വിശ്വസിച്ച് കഴിഞ്ഞാൽ നീ ദൈവമഹത്വം കാണുമെന്ന് മാർത്തായോട് പറഞ്ഞില്ലേ. വിശ്വാസത്തിന് അങ്ങനെ ഒരു വലിയൊരു ഗുണമുണ്ട്. വിശ്വസിച്ച് കഴിയുമ്പോൾ ദൈവമഹത്വം കാണും. കാര്യം വിശ്വസിക്കുന്ന മക്കളെ വെറുതെ വിശ്വസിക്കാമെങ്കിൽ ബുദ്ധിപരമായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. വിശ്വാസം സ്നേഹത്തിൻ്റെ ഒരു അനുസരണമാണ്, സ്നേഹത്തിൽ നിറഞ്ഞ വിശ്വാസമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മകളെ കല്യാണമായാലും നമ്മുടെ മക്കൾക്ക് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതായാലും ഇപ്പം നമ്മൾ കേൾക്കാൻ പോകുന്ന സാക്ഷ്യം എന്താ, വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തൊരു മകളാണ്. 6 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. സാധാരണഗതി 3 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലെങ്കിൽ തന്നെ പിന്നെ ഉണ്ടാകാൻ വലിയ പാടാണ്. വലിയ ടെക്നിക്കലായിട്ടുള്ള വലിയ സങ്കീർണമായ സാങ്കേതിക ചികിത്സയൊക്കെ എടുക്കേണ്ടി വരും. അത് നടന്നിട്ട് 6 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തൊരു മകളാണ്. 6 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത മകൾക്ക് ഉടമ്പടി എടുത്തപ്പോഴേ, അതായത് അമ്മ മാതാവിൻ്റെ പേരിൽ മധ്യസ്ഥയിൽ കർത്താവിൻ്റെ നാമത്തിൽ വലിയ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി കഴിഞ്ഞപ്പോൾ, അതിനൊരു വിശ്വസ്തത കാണിച്ചു കഴിഞ്ഞപ്പോൾ, ആ ഉടമ്പടി എടുത്ത അതേ മാസം തന്നെ അവൾക്ക് കർത്താവ് കുഞ്ഞിനെ കൊടുക്കുകയാണ്. ഇത് വിശ്വാസമാണ്. എങ്ങനെ വിശ്വാസമാണ്? സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം. കർത്താവ് പറഞ്ഞില്ലേ, ഈ കല്ലിൽ നിന്ന് ഇബ്രാഹത്തിന് സന്ധികൾ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന്. നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളും പ്രതീക്ഷകളും പ്രത്യാശകളും ഏത് കരിങ്കല്ല് പോലെ ഇരുന്നാലും ഈ കല്ലിൽ നിന്ന് കർത്താവിന് നിനക്ക് ജീവിതം തരാൻ കഴിയും. എൻ്റെ സഹോദരങ്ങളെ, ഈ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് കർത്താവെ, വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണുമെന്ന് പറഞ്ഞില്ലേ ഈശോയെ. ആ സ്നേഹത്തിൽ കലർന്ന സ്നേഹത്താൽ പ്രവർത്തനമായ വിശ്വാസം ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞങ്ങൾക്കും
ഓരോരുത്തർക്കും നൽകണമേ. എൻ്റെ പേര് റിൻസി സജി. ഞാൻ ആലപ്പുഴ പൂങ്കാവിൽ നിന്ന് വരുന്നു. വിവാഹം കഴിഞ്ഞ 6 വർഷത്തിന് ശേഷവും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. 2016 ഒക്ടോബറിൽ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടൻ തന്നെ ഞാൻ ഗർഭിണിയാവുകയും ആദ്യത്തെ സ്കാനിങ്ങിൽ കുഞ്ഞ് ട്യൂബിലാണെന്നാണ് തെളിഞ്ഞത്. ഞങ്ങൾ വളരെയേറെ നിരാശയോടെ ജോസഫ് അച്ഛനെ കൃപാസനത്തിൽ വന്ന് കണ്ടു. അച്ഛൻ വയറ്റിൽ കുരിശിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞ് ട്യൂബിലല്ല ഉള്ളത്, ഗർഭപാത്രത്തിൽ തന്നെയാണെന്ന്. അന്നേ ദിവസം തന്നെ ഞങ്ങൾ സ്കാൻ ചെയ്തു. സ്കാനിങ്ങിൽ കുഞ്ഞ് ട്യൂബിലല്ല ഗർഭപാത്രത്തിലാണെന്ന് സ്കാനിങ്ങിൽ തെളിഞ്ഞു. അതിനുശേഷം ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദിയുടെ നർമ്മരകൾ അർപ്പിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, അമ്മ വിശ്വാസം എന്നൊരു വിശ്വാസമുണ്ട്. അതാണ് നമ്മളിപ്പോൾ കേട്ട സാക്ഷ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഞാൻ കേട്ടത് 15 പ്രാവശ്യം IELTS എഴുതി. 15 പ്രാവശ്യം IELTS എഴുതിയിട്ട് തോറ്റു. എല്ലാ മൊഡ്യൂൾസും തോറ്റുള്ളവർ 2 മൊഡ്യൂൾസ് വെക്കും, 3 മൊഡ്യൂൾസ് വെക്കും. പക്ഷെ ഉടമ്പടി ചെയ്യുമ്പോൾ, അമ്മയെ അത് ഏൽപ്പിക്കുമ്പോൾ, അമ്മ അത് അധികാരത്തിൽ സമയം ഫിക്സ് ചെയ്തിട്ട് 16ാമത്തേന് ജയിക്കുന്നത് എങ്ങനെയാണ്? അതാണ് അമ്മ അധികാരം എന്ന് പറയുന്നത്. വിശ്വാസം ഒരു അധികാരമാണ്. വിശ്വസിക്കുന്ന കൂടെ ഈ അധികാരം ഉണ്ടായിരിക്കും. വിശ്വസിക്കുന്ന കൂടെ അങ്ങനെയല്ലേ മർക്കോസിൻ്റെ സുവിശേഷം ചെയ്തിരിക്കുന്നത്? വിശ്വാസത്തിൻ്റെ കൂടെ ഈ അധികാരം ഉണ്ടായിരിക്കുന്ന പറഞ്ഞാൽ എന്താണ്? അടയാളം ഉണ്ടായിരിക്കും എന്ന് പറയുന്നതാണ്. അടയാളം ഒന്ന് അത്ഭുതമാണെങ്കിൽ അത്ഭുതത്തിൻ്റെ ആധാരം അധികാരമാണ്. വിശ്വാസം അധികാരമാണ്. ദൈവവേദനയിലെ അധികാരമുള്ള വിശ്വാസം, അധികാരമുള്ള വിശ്വാസത്താൽ ഈശോ പറഞ്ഞു, ശാന്തമാവട്ടെ എന്ന്. ശാന്തമായി. എൻ്റെ ദൈവവേദനയിലെ എന്നെ കേൾക്കുന്ന അനേകം മക്കൾ, അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന കാറ്റും കോളുകളും ഇപ്പോൾ കർത്താവ് ശാന്തമാക്കും. കർത്താവെ, ഞങ്ങൾ ഒന്ന് ചേർന്ന് അനേക ആയിരങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കടം കയറി മുടിഞ്ഞവരുണ്ട് ഈശോയെ, കിഡ്നി രോഗികളുണ്ട് കർത്താവെ, തൈറോയ്ഡ് രോഗികളുണ്ട് കർത്താവെ, കർത്താവെ കരൾ രോഗികളുണ്ട് ഈശോയെ, മക്കളില്ലാത്തതുണ്ട് ഈശോയെ, ഗർഭപാത്രത്തിൽ കർത്താവ് തകരാറുകളുള്ളവരുണ്ട് ഈശോയെ. അനേകം മക്കൾ കണ്ണുനീരോടെ അവരുടെ ജലപ്രളയമാണ് കർത്താവ് അവരുടെ ജീവിതത്തിന്. കർത്താവ് അവരുടെ കണ്ണുനീരിൻ്റെ പ്രളയത്തിൽ ജീവിക്കണം ഈശോയെ. അവരുടെ ആശയെല്ലാം പോയി, പ്രാർത്ഥിക്കാനുള്ള കഴിവും പോയി, പ്രാർത്ഥിക്കാനുള്ള പ്രത്യാശയും പോയി. കർത്താവെ, എല്ലാം തകർന്നവരുടെ മേൽ കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ ശക്തി, അങ്ങയുടെ വിശ്വാസ ശക്തി, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി, അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ശക്തി, അങ്ങയുടെ കരുതലിൻ്റെ ശക്തി ഈ നിമിഷം എന്നെ ശ്രമിക്കുന്ന മതസ്ഥര്, നാനാജാതി മതസ്ഥര്, നാനാഭൂഖണ്ഡങ്ങളിലിരിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ ശക്തി കണ്ടേ. യേശുവേ സ്തോത്രം. കർത്താവെ, ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന ഈശോയെ, കരരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, കടം കയറി മുടിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈശോയെ അന്ധരെ കാഴ്ച നൽകിയവനെ, ചെവികളെ കെടി നൽകിയവനെ, ഇപ്പോൾ കാതുകളെ സ്പർശിക്കണമേ, ഇപ്പോൾ ചെവികളെ സ്പർശിക്കണമേ. കർത്താവിനെ കണ്ടെത്തറിയട്ടെ. ഈശോയെ, പലതരത്തിലുള്ള ആന്തരികമായ സംഘർഷത്താൽ മുടി കൊഴിയുന്നവർ കർത്താവെ, പലതരത്തിലുള്ള ശാരീരികമായ തളർച്ച ഉണ്ടാകുന്ന കർത്താവെ, വാദ്യ രോഗികൾ ഈശോയെ, കൈകാലം തളർന്ന കർത്താവെ, മനസ്സിടിഞ്ഞവർ കർത്താവെ, ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത കർത്താവെ, ഒരിടത്തും പോകാൻ താല്പര്യമില്ലാത്ത കർത്താവെ, മരവിച്ച് കർത്താവെ, വീടുകൾ അകപ്പെട്ടു പോയവർ, ഇരുന്നു പോയവർ എല്ലാം കർത്താവെ, നിരാശ ജീവിക്കുന്നവരുടെ എല്ലാം കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ കൃപ, കർത്താവിന്റെ സ്നേഹം നിറയട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവിന്റെ ശക്തി നോക്കട്ടെ, കർത്താവിന്റെ കൃപ ചെറിയട്ടെ, കർത്താവിന്റെ പ്രത്യാശ നിറയട്ടെ. ഈ നിമിഷം കർത്താവ് കല്ലുകൾ ധരിപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി, കല്ലുകൾ ജീവൻ ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ ശക്തി കർത്താവെ എല്ലാവർക്കും അഭിഷേകമായി ലഭിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ, എല്ലാവരും ശ്രദ്ധിക്കട്ടെ, ഉച്ചത്തിൽ ശ്രദ്ധിക്കട്ടെ, ശക്തമായി പ്രാർത്ഥിക്കട്ടെ. അഭിഷേകത്തെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ അതേ അരൂപിയാൽ, ഈ അഭിഷേക അരൂപിയാൽ നമുക്ക് ആരാധനയിലേക്ക് വിശ്വാസത്തോടെ, ദൈവസ്നേഹത്തോടെ, പ്രത്യാശയോടെ, സന്തോഷത്തോടെ പ്രവേശിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അംഗീകാരാധന. നല്ലവനായ ഈശോയെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന സർവ രാജ്യങ്ങളിലുമുള്ള എല്ലാ ദേശങ്ങളിലുമുള്ള വ്രണിത ഹൃദയരെ, മുറിവേറ്റ ചിന്തകളുള്ളവരെ കർത്താവെ ഇപ്പോഴും സ്പർശിക്കണമേ. ഈശോ വേദനിപ്പിക്കുന്ന ഓർമ്മകളുള്ളവരെ, അവസാദ രോഗത്താൽ പീഡിപ്പിക്കപ്പെടുന്നവരെ കർത്താവെ, ആരാധ്യനെ ഇപ്പോൾ സ്പർശിക്കണമേ. കർത്താവെ, നിന്റെ തിരുമുറുപാടുന്ന വലതുകരത്താൽ തകർന്നുപോയ മനസ്സുകളെ സ്പർശിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് ശക്തിപ്പെടുത്തണേ. കർത്താവെ, ആദ്യമായി ഇന്ന് ആരാധനയിൽ പങ്കെടുക്കുന്നവരെ, ആദ്യമായി ഇന്ന് സാന്ത്വനാഭിഷേകത്തിൽ പങ്കെടുക്കുന്നവരെ കർത്താവെ, അവരുടെ വിശ്വാസത്തെ നീ ഈ നിമിഷം അഭിഷേകത്തോടെ ഉജ്ജ്വലിപ്പിക്കണമേ. അവരുടെ പ്രത്യാശയെ നീ ഉജ്ജ്വലിപ്പിക്കണമേ. കർത്താവെ, ഇപ്പോഴും വന്നുപെട്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും അതിജീവിക്കാനുള്ള പരിശുദ്ധ അമ്മയിൽ നിർലീനമായിട്ടുള്ള ദൈവിക ശക്തിവിശ്വാസം ഈ നിമിഷം കർത്താവെ, അമ്മയുടെ മധ്യസ്ഥത്താൽ ഈശോയുടെ നാമത്തിൽ ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവരെ, മക്കളെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവരെ, മക്കൾ ജനിച്ചു പോയതിൻ്റെ പേരിൽ കർത്താവ് ജീവിതകാലം മുഴുവൻ ദുരിതം അനുഭവിക്കുന്നവരെ, മക്കളുടെ സ്നേഹരാഹിത്യം കാരണം കർത്താവെ എന്തിന് ജീവിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ ഭാരം അനുഭവിച്ചുകൊണ്ട് കർത്താവെ, ഇരുളണത് എന്തിനാണ് വിളിക്കണത് എന്തിനാണെന്നറിയാതെ വേദന ജീവിക്കുന്ന ഓരോ മാതാപിതാക്കന്മാരെയും കർത്താവെ ഇപ്പോൾ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അപ്പരമ്മമാരുടെ സ്നേഹം കിട്ടാതെ വളർന്നിട്ടുള്ള മക്കളെ കർത്താവെ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, പഠിച്ചിട്ടും മനസ്സിലാകാത്ത ഒരു കർത്താവെ, എന്തിന് പഠിക്കണമെന്ന് തോന്നാതെ കർത്താവെ, പാഠപുസ്തകം പോലും തുറക്കാൻ നിവൃത്തിയില്ലാതെ താല്പര്യമില്ലാതെ കർത്താവെ, മനസ്സിടിഞ്ഞു പോയി ലക്ഷ്യം പിഴച്ചു പോയ മക്കളെ മേൽ കർത്താവെ, മക്കൾ എൻ്റെ അടുത്ത് വരുക, ഞാൻ അനുവദിക്കുവിൻ, അവരെ തടയരുന്ന് കളിച്ച കർത്താവെ, മക്കളെല്ലാം കർത്താവെ ഈ നിമിഷം ഈ ആരാധ്യം പങ്കെടുക്കുന്ന ഓരോ മക്കളെയും കർത്താവെ നീ സ്പർശിക്കണേ. കർത്താവെ, നിന്റെ തിരുപ്പുറമാർന്ന് വലത് കർത്താവെ സ്പർശിക്കണ കർത്താവെ, അടിപ്പട പോലെ കർത്താവെ, വൈദ്യാക്കാലം പോലെ കർത്താവെ, ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. ഈശോയെ, മാംസത്തിന് വേദന ഉള്ളവരെ, ക്യാൻസർ രോഗികൾ കർത്താവെ സ്പർശിക്കണ കർത്താവെ, അസ്ഥികൾ കർത്താവെ, വാതുരോഗമുള്ള സ്പർശിക്കണ കർത്താവെ, രക്തവാദക്കാരെ സ്പർശിക്കണ കർത്താവെ, തൈറോയ്ഡുകാരെ സ്പർശിക്കണ കർത്താവെ. ഓ ആരാധ്യനെ, ദൈവത്തിന്റെ ശക്തിയാൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് സ്നേഹിച്ച് കർത്താവെ, ഇപ്പോഴും കർത്താവെ എരിവോടെ തീക്ഷണതയോടെ കർത്താവെ ശുശ്രൂഷിക്കുന്ന ഓരോ മക്കളുടെ മേലും എല്ലാവരും ശ്രദ്ധിക്കട്ടെ, ശക്തമായി ശ്രദ്ധിക്കട്ടെ, ആരാധനയായി ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരെ ആരാധനയും മലാഖമാരെ, സർവ്വ മലാഖമാരെ ഈ നിമിഷം കർത്താവിനെ ആരാധിക്കുക. എല്ലാ മലാഖമാരുടെ കൂടെ, എല്ലാ വിശുദ്ധന്മാരുടെ കൂടെ, എല്ലാ രക്തസാക്ഷികളുടെ കൂടെ ഈ നിമിഷം കർത്താവെ നിങ്ങൾ ആരാധിക്കുന്നു. ദൈവത്തിന്റെ ശക്തി, ആരാധന ശക്തി, ദൈവിക ശക്തി, സ്വർഗീയ ശക്തി ഓരോ മക്കളിലും സൗഖ്യമായി തരട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. യാ സിയറ 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 റാമി യറ സിയറ സിയറ റാമി യാ സിയറ റാമി യറ സിയറ റാമി. യേശുവേ സ്തോത്രം, യേശു കർത്താവേ സ്തോത്രം. ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് ഭക്തിയോടെ ശിരസ് നമിച്ച് കൈകൾ കൂപ്പി വലിയ ആശീർവാദത്തിൻ്റെ ആശ്വാസം നമുക്ക് പ്രാർത്ഥിക്കാം. ആശീർവാദ നിമിഷം ഭക്തിയോടെ പങ്കെടുക്കുന്ന ഓരോ മക്കളുടെയും ആന്തരബന്ധനങ്ങളെ പരിശുദ്ധമായ മധ്യസ്ഥയിൽ ഈശോയുടെ നാമത്തിൽ ഈശോ വിടുവിക്കട്ടെ. Lord, infuse your spirit of power and grace. കർത്താവ് നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഈ ആരാധനയെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എല്ലാ നിയോഗങ്ങളും നമ്മുടെ എല്ലാ ജീവിത ആവശ്യങ്ങളുടെ മേൽ ഇതാ കർത്താവ് തന്റെ പരിശുദ്ധാത്മ മുദ്ര ചാർത്തി ദിവ്യകാരുണ്യത്തിന്റെ അതുല്യ ദിവ്യാനുഭവത്താൽ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഇരുകരങ്ങളും ഉയർത്തി, മനമുയർത്തി, സ്വരമുയർത്തി എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ സങ്കടങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ശക്തമായിട്ട് സ്തുതിക്കട്ടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന്
പ്രാർത്ഥിക്കുന്നു. ദൈവ സ്നേഹത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവ ശരണത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾക്ക് ജീവിതത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണമേ. ഇവിടെ രോഗികൾ സുഖപ്പെടുത്തണമേ. ഇവിടെ മക്കളെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ശ്രമേർത്തി എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.